ശതദൗതഘൃതം കേട്ടിട്ടുണ്ടോ ഈ പേര്? എന്തോ ഒരു പുരാതന രഹസ്യത്തിന്റെ പേരുപോലെ തോന്നുന്നില്ലേ? 100 തവണ കഴുകിയെടുത്ത നെയ്യ്. ആയുർവേദത്തിലെ ഈ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെയെല്ലാം അടുക്കളയിലിരിക്കുന്ന സാധാരണ നെയ്യ് അതെങ്ങനെയാണ് ചർമ്മത്തിന്റെ ഇത്രയും ഗുണങ്ങളുള്ള ഒരു ഔഷധമായി മാറുന്നത്? ഈയൊരു മാറ്റത്തിന് പിന്നിലെ പ്രക്രിയ എന്താണെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഇതിന്റെ പേരിൽ തന്നെയുണ്ട് എല്ലാ രഹസ്യവും. സംസ്കൃതത്തിൽ ശത എന്ന് പറഞ്ഞാൽ 100, ദൗത എന്നാൽ കഴുകിയത്, പിന്നെ ഘൃതം എന്നുവെച്ചാൽ നെയ്യ്. അപ്പോ ശതദൗത ഘൃതം എന്ന് പറഞ്ഞാൽ 100 തവണ കഴുകി ശുദ്ധീകരിച്ച പശുവിൻ നെയ്യ്. സിമ്പിൾ അല്ലേ? പക്ഷേ ഇതിന്റെ പ്രോസസ്സ് അത്ര സിമ്പിളല്ല. അപ്പൊ ശരി, നമുക്ക് നേരെ ആ പ്രോസസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ മാജിക് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പ്രക്രിയ തുടങ്ങുന്നത് ഒരു ചെമ്പ് പാത്രത്തിൽ നിന്നാണ്. വെറുമൊരു പാത്രമല്ല, ചെമ്പ് തന്നെ വേണം. എന്തിനാണെന്നറിയോ? കാരണം ചെമ്പിന് അതിൻ്റേതായ ചില ഹീലിംഗ് പ്രോപ്പർട്ടീസുണ്ട്. നെയ്യുമായിട്ട് ചേരുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം അതിലേക്ക് കിട്ടും. അപ്പോൾ ചർമ്മത്തിലെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള കഴിവ് കൂടും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ശുദ്ധമായ പശുവിൻ നെയ്യെടുത്ത് ഈ ചെമ്പ് പാത്രത്തിലിടും. എന്നിട്ടോ അതിലേക്ക് അതേ അളവിൽ തണുത്ത വെള്ളമൊഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് കറക്കി വെണ്ണയുടെ പരുവത്തിലാക്കും. ആ വെള്ളം അങ്ങോട്ട് കളയും. വീണ്ടും പുതിയ വെള്ളമൊഴിക്കും. ഈ പ്രോസസ്സ് അങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര തവണയെന്നല്ലേ? 1 10 അല്ല, 100 തവണ. 100 തവണയാണ് ഇത് ആവർത്തിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുമാത്രം സമയവും ക്ഷമയും വേണമിതിന്. ഈ 100 തവണത്തെ കഴുകലാണ് ഇതിന്റെ എല്ലാ അത്ഭുതങ്ങൾക്കും കാരണം. അങ്ങനെ 100 തവണ കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ നെയ്യിന് എന്ത് സംഭവിക്കും? അവിടെയാണ് ശരിക്കുള്ള മാജിക്. ശരിക്കൊരു അത്ഭുതകരമായ മാറ്റമാണ് അവിടെ നടക്കുന്നത്. ദാ നോക്കൂ, സാധാരണ നെയ്യിന്റെ ആ മഞ്ഞ നിറമുണ്ടല്ലോ, അത് പോയിട്ട് തൂവെള്ള നിറമാകും. പിന്നെ നെയ്യിന്റെ ആ ഒരു പ്രത്യേക മണം അതുണ്ടാവില്ല. മണമില്ലാത്ത ഒരു ക്രീം പോലെയാകും. ഓയിലി ടെക്സ്ചർ മാറി നല്ല സോഫ്റ്റ് ബട്ടർ പോലെയാകും. ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ മാറ്റം അതൊന്നുമല്ല. ഈ പ്രോസസ്സ് കഴിയുമ്പോഴേക്കും നെയ്യിന് ശീതവീര്യം എന്നൊരു സ്വഭാവം കിട്ടും. അതായത് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും ഇതിന്. ഈ തണുപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. ഈ കൂളിംഗ് എഫക്റ്റ് കൊണ്ടുള്ള ഗുണമെന്താണെന്നോ? ഇത് നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ഉള്ളിലേക്ക്, ആഴത്തിലുള്ള ലെയറുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കും. അപ്പോൾ അതിലുള്ള ഔഷധ ഗുണങ്ങൾ വളരെ എഫക്റ്റീവായി നമ്മുടെ ചർമ്മത്തിന് കിട്ടും. അതാണിതിന് പിന്നിലെ സീക്രട്ട്. അതുകൊണ്ടാണ് ശതദൗതഘൃതത്തെ ചർമ്മത്തിനുള്ള അമൃത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? മുഖക്കുരു, കണ്ണിനടിയിലെ കറുപ്പ്, ചിക്കൻ പോക്സ് വന്ന പാടുകൾ, ഇതൊക്കെ മാറ്റാൻ ഇത് ബെസ്റ്റാണ്. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊരു രക്ഷയാണ്. ചുണ്ടൊക്കെ പൊട്ടുന്നതിനും നല്ലതാണ്. അതുമാത്രമല്ല, എരിസിപ്പിലസ്, ഹർപ്പസ് പോലുള്ള കുറച്ചുകൂടി സീരിയസ് ആയ സ്കിൻ കണ്ടീഷൻസിനും ഇത് നല്ലൊരു റിലീഫ് കൊടുക്കും. പൈൽസിന്റെ ഭാഗത്തുള്ള പുകച്ചിലും വേദനയും കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. പ്രശ്നമുള്ള ഭാഗത്ത് കുറച്ചെടുത്ത് പുരട്ടുക, അത്രയുള്ളൂ. മുഖത്താണെങ്കിൽ വളരെ കുറഞ്ഞ അളവിലെടുത്ത് അതിയെ മസാജ് ചെയ്താൽ മതി. ഇത് പുറമേ പുരട്ടാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എന്തും ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ആയുർവേദ ഡോക്ടറുടെ അഭിപ്രായം ചോദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുക്കളയിലെ വളരെ സാധാരണമായ ഒരു സാധനത്തിന് ഇത്രയും വലിയൊരു മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത ഇതുപോലുള്ള എത്ര പുരാതന രഹസ്യങ്ങളായിരിക്കും ഇനിയും നമുക്ക് ചുറ്റും കാത്തിരിക്കുന്നത്.